ഞാനിവിടെ നമ്മുടെ ഈ ഒരു വണ്ടിയിൽ ഈ കാണുന്ന ഈ ഒരു സെറ്റപ്പിലാണ് കാർ സ്റ്റീരിയോ സെറ്റും സബ് ആംപ്ലിഫയറും സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള സാധാരണ കാർ സ്റ്റീരിയോ സെറ്റുകളിലൊന്നും സബ് ഊഫർ ഔട്ട് ഇല്ലാത്തതുകൊണ്ട് മിക്കവരും വേറെ സെപ്പറേറ്റ് ആംപ്ലിഫയർ പാനലൊക്കെ മേടിച്ച് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആംപ്ലിഫയർ പാനലിന് തന്നെ ഏകദേശം 1500 രൂപയ്ക്ക് അടുത്താവും. അപ്പോൾ ഞാനിവിടെ നമ്മുടെ വണ്ടിയിലേക്ക് വേണ്ടിയിട്ടുള്ള സബ് ആംപ്ലിഫയർ ഈ കാണുന്ന ഈ ഒരു സെറ്റപ്പിലാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. ഇതിൽ ഞാൻ വേറെയും കുറേ കൂടി ഓപ്ഷൻസ് ആഡ് ചെയ്തേക്കുന്നുണ്ടെങ്കിൽ ഇത്രയും സ്വിച്ചുകളൊക്കെ വന്നേക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇതിൽ സബ് ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിച്ചേക്കുന്നത് TPA3110 2 ചാനൽ ആംപ്ലിഫയർ ബോർഡാണ്. ഈ ഒരു ആംപ്ലിഫയർ ബോർഡിന് 160 രൂപയാണ് ആയത്. പിന്നെ ഒരു സബിൻ്റെ ഫിൽറ്റർ ബോർഡ് കൂടി ഉപയോഗിച്ചിട്ടുണ്ട്, ഇതിന് 120 രൂപ. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയർ ബോർഡിൽ നമുക്ക് 6 ഇഞ്ചിൻ്റെ 2 സബ് ഊഫർ വരെ കൊടുത്ത് ഉപയോഗിക്കാം. കാറിലൊക്കെ വെക്കാനാകുമ്പം ഇത് തന്നെ മതിയാവും. അതുപോലെ ഇനി സബ് ഊഫർ ഔട്ട്പുട്ട് കൂടുതൽ കിട്ടണമെങ്കിൽ ഈ ഒരു ആംപ്ലിഫയർ ബോർഡ് മാത്രം മാറ്റിയാൽ മതി. അതുപോലെ ഇങ്ങനെയുള്ള ചെറിയ ബോർഡുകളൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഇതുപോലെ വേറെ സെപ്പറേറ്റ് ക്യാബിനറ്റ് ഉപയോഗിക്കേണ്ട കാര്യമില്ല. കാർ സ്റ്റീരിയോ സെറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്യാനും കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള ബോർഡുകളൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ നല്ലൊരു സബ് ആംപ്ലിഫയർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുപോലെ ഈ കാർ സ്റ്റീരിയോ സെറ്റിൻ്റെ റീസ്റ്റോറേഷൻ വീഡിയോ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ഈ ചാനലുകളിലുണ്ട്.